നടൻ അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. അതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. പുഷ്പ 2 മൂവിയുമായി ബന്ധപ്പെട്ടിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുഷ്പ 2 റിലീസിങ്ങിൻ്റെ അന്ന് ഹൈദരാബാദിലെ ഒരു തിയേറ്ററിൽ വെച്ച് തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റെ കേസിലാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്ക് ആ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങൾ അല്ലു അർജുന്റെ വസതിയിലേക്ക് പോലീസ് എത്തി അല്ലു അർജുനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തെ ദൃശ്യങ്ങളാണ്. നമുക്ക് കൂടെ ഭാര്യയെ കാണാം. ജൂബിലി ഹിൽസിലെ അല്ലു അർജുന്റെ വസതിയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിയേറ്ററിലുണ്ടായ ദുരന്തത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് ഒരു വനിത മരിച്ചിരുന്നു. ആ വിഷയത്തിലാണിപ്പോൾ തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ അറസ്റ്റായിരിക്കുന്നത്. ഈ വർഷാന്ത്യത്തിലെ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പുഷ്പ 2വിന്റെ തിയേറ്ററിലെ വളരെ വിജയകരമായ പ്രദർശനത്തിനിടെയാണ് അതിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ച അല്ലു അർജുൻ അറസ്റ്റിലാവുന്നത്. അല്ലു അർജുന്റെ ഭാര്യ സ്നേഹ റെഡ്ഡിയെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് തന്നെ എത്തിയാണ് പോലീസ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത്. സിനിമാ സമാനമായ രംഗങ്ങൾ ഒക്കെയാണ് ഉള്ളത്. പുഷ്പയെ പോലെ വളരെ ഈസി ആയിട്ടാണ് അദ്ദേഹം അറസ്റ്റിനെ നേരിടുന്നതെന്ന് തോന്നുന്നു. ഒരു കപ്പ് കോഫി അല്ലു അർജുന്റെ കയ്യിൽ കാണാം. അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദും കൂടെയുണ്ട്. അദ്ദേഹവും അല്ലു അർജുന്റെ പിതാവ് അല്ലു അരവിന്ദും പോലീസിനൊപ്പം ഒരുപക്ഷെ സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറയുകയാണ്. പക്ഷെ തടയുന്നുണ്ട് അല്ലു അർജുൻ. അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുന്ന രംഗങ്ങളാണിവ. പുഷ്പ 2 ഒരുപക്ഷെ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ 1000 കോടിയൊക്കെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടി മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ പുഷ്പയായി തകർത്തഭിനയിച്ച അല്ലു അർജുന് ഇങ്ങനെ ഒരു ആന്റി ക്ലൈമാക്സ് സംഭവിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ക്ലാരിറ്റി കുറവുണ്ട്. 4 ദിവസം മുൻപാണ് ഈ വിഷയത്തിൽ FIR രജിസ്റ്റർ ചെയ്തത്. സന്ധ്യ തിയേറ്ററിലാണ് തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട ഒരു സ്ത്രീ മരിച്ചത്. 25 അപ്പോൾ കണ്ടല്ലോ, ഇതാണ് ന്യൂസ്. സന്ധ്യ തിയേറ്റർ എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഒരു പ്രമുഖ തിയേറ്ററിലാണ് സംഭവം നടക്കുന്നത്. പുഷ്പ 2വിന്റെ റിലീസിങ്ങിൻ്റെ അന്ന് സെക്കൻഡ് ഷോന്റെ സമയത്തായിരുന്നു ഈ ഒരു ഹെവി ക്രൗഡ് കാരണം തിക്കിലും തിരക്കിലും പെട്ട് ഒരു യുവതിയും അവരുടെ ഒരു മകന് ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ ആ മകന് ഹോസ്പിറ്റലിലാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സ്ത്രീ മരിച്ചു. അപ്പോൾ അതിലാണ് ഇപ്പോൾ അല്ലു അർജുനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ അല്ലു അർജുൻ അറസ്റ്റ് ചെയ്തെന്നാവും നമ്മൾ ചിന്തിക്കുക. പക്ഷേ അല്ലു അർജുൻ അവിടെ തിയേറ്റർ വിസിറ്റ് നടത്തി. മുൻകൂട്ടി അധികാരികൾ, അതായത് പോലീസിനെ അറിയിക്കാതെ പെട്ടെന്ന് അല്ലു അർജുൻ അവിടെ തിയേറ്റർ വിസിറ്റ് നടത്തി. ആ തിയേറ്റർ വിസിറ്റ് നടത്തിയതിൽ ഇത്രയും ഒരു ഹെവി ആയിട്ടുള്ളൊരു നടൻ പെട്ടെന്നൊരു തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയായാലും ഓൾറെഡി അവിടെ പുഷ്പക്ക് ക്രൗഡാണ്. അപ്പോൾ ഇത്ര ആളുകളുടെ ഇടയ്ക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പോൾ ആ ഹെവി ക്രൗഡ് പെട്ടെന്നൊരു അടുത്തേക്ക് നീങ്ങുമ്പോൾ ആ ഒരു തിക്കിലും തിരക്കിലും പെട്ടിട്ടാണ് ഇവർ മരിച്ചതെന്ന് പറഞ്ഞത്. പിന്നെ വേറെ ന്യൂസും കേൾക്കുന്നുണ്ട്. ബൗൺസേഴ്സ്, അതായത് അല്ലു അർജുൻ്റെ സുരക്ഷ നിയന്ത്രിക്കുന്ന ബൗൺസേഴ്സ് ക്രൗഡ് ഓവറായപ്പോൾ അവരത് തിക്കി അടിക്കുകയും കുത്തുകയും ഒക്കെ ചെയ്ത് ഒരുപാട് തള്ളി മാറ്റി എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതും സാധ്യത ഉണ്ട്. കാരണം അവരെ ജോലിയാണത്. പക്ഷെ ചില ബൗൺസേഴ്സ് ഉണ്ട് ഇത്രയും വലിയ ക്രൗഡൊക്കെ കാണുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ഇടലും കാര്യങ്ങളും ഒരു മെയിൻ ആവലൊക്കെ ഉണ്ട്. അങ്ങനത്തെ ബൗൺസേഴ്സ് ഉണ്ട്. പക്ഷെ ഇതില് അതവരെ ജോലി തന്നെയാണ്. കാരണം അവരെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ ആ ആക്ടർ അവരെ സുരക്ഷയാണ്. അപ്പോൾ ഹെവി ക്രൗഡ് വരുമ്പം അത് ചെയ്യാൻ വേണ്ടി വരും. പക്ഷേ ഇവിടെ അല്ലു ആണ് ശരിക്കും കുടുങ്ങിയത്. ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഹൈദരാബാദിൽ, ഇതിപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അല്ലു അർജുനെ കാണാണ്ടാവില്ല. അല്ലു അർജുൻ നാട് വിട്ട് അല്ലു അർജുനെ കാണാനില്ല. പോലീസ് അവിടേക്കും ഇവിടേക്കും തെരഞ്ഞു നടക്കും, കാണൂല. മനസ്സിലായില്ലേ? ഒരു പ്രമുഖ നടനെ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാലോ. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിലോ അല്ലെ ഹൈക്കോടതിയിലോ എവിടുന്നെങ്കിലൊക്കെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ
പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഒരു വളിഞ്ഞ ചിരിയുമായിട്ട്. അങ്ങനെയാണ് ഉണ്ടാവല് കേരളത്തില്. പക്ഷെ ഇത് ഹൈദരാബാദ് ആയതുകൊണ്ട് പോലീസ് മുഖം നോക്കാതെ ആക്ഷൻ എടുത്തെന്ന് തന്നെ പറയണം. ഇതിന് പിന്നിൽ പ്രത്യേകിച്ച് ആരായാലും അവർക്കൊരു ബിഗ് സല്യൂട്ട്. കാരണം അല്ലുവിൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഞാനൊരു നല്ലൊരു അല്ലു ആരാധകനാണ്. കേരളം മൊത്തം പുഷ്പക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടപ്പോൾ പോസിറ്റീവ് റിവ്യൂ ഇട്ട ആളാണ് ഞാൻ. പക്ഷേ കാര്യങ്ങൾ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ വിഷയത്തിലാണ്. ഈ വിഷയത്തിൽ ഞാൻ മറ്റേ എതിർഭാഗത്തിൻ്റെ കൂടെയാണ്. അതായത് അല്ലുവിൻ്റെ ഒപ്പമല്ല, അല്ലുവിൻ്റെ അടുത്ത് തന്നെ തെറ്റുണ്ട്. കാരണം അല്ലുവിൻ്റെ നില അല്ലെങ്കിൽ അല്ലുവിൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ഇത്രയും ഒരു വലിയ നടനാണ് നിങ്ങൾ പെട്ടെന്നൊരു തിയേറ്ററിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ തന്നെ അത് ഷെഡ്യൂൾ ചെയ്യണം. പെട്ടെന്ന് അങ്ങനെ പോകാൻ പാടില്ല. അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിച്ച് അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ പോവുക. പ്രത്യേകിച്ച് ഈ പുഷ്പ 2 എന്ന് പറഞ്ഞ പടമൊക്കെ ഭയങ്കര ഹൈപ്പുള്ള പടമാണ്. ഓൾറെഡി നിങ്ങൾ പോകാതെ തന്നെ അവിടെ ഭയങ്കര ക്രൗഡായിരിക്കും. അതിൻ്റെ ഇടയിൽ നിങ്ങളും കൂടി പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ പോലീസിന് നിയന്ത്രിക്കാൻ കഴിയില്ല. മുൻകൂട്ടി അറിയിച്ചിട്ടില്ല. അതാണ് പോലീസ് പറഞ്ഞത്. അതാണ് ഈ ഇങ്ങനെ ഒരു അറസ്റ്റ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള കാരണം തന്നെ അതാണ്. ഏതൊരു സാധാരണ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും കുട്ടികൾ ആരായിക്കോട്ടെ ജീവന് വിലയുണ്ട്. ആ ഒരു ജീവന് വില ഉണ്ട്. ആ ഒരു വില നിങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ 25 ലക്ഷം നിർമ്മാതാക്കളും അല്ലു അർജുനും ചേർന്ന് നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ എത്ര പൈസ കിട്ടിക്കഴിഞ്ഞാലും അവരെ വേണ്ടപ്പെട്ടവർക്ക് അത് മതിയാവില്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ അല്ലുവിനെ അറസ്റ്റ് ചെയ്തിട്ട് ഇനി കാലാകാലം ജീവിതകാലം ഒന്നും ജയിലിലൊന്നും ആവുന്നില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ ആളിറങ്ങും, അത് ഉറപ്പാണ്, 100% ഷുവറാണ്. പക്ഷെ എന്നിരുന്നാലും മുഖം നോക്കാതെ അല്ലുവിന്റെ വീട്ടിൽ വന്ന് അങ്ങനെ ഒരു അറസ്റ്റ് രേഖപ്പെടുത്തി സ്റ്റേഷനിൽ കൊണ്ടുപോയ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ബിഗ് സല്യൂട്ട്. കാരണം നിയമം എല്ലാവർക്കും ഒരേ നിയമമാണ്. എല്ലാവർക്കും അതിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ക്യാഷ് ഉള്ളവനെന്നോ VIP എന്നോ ഒന്നുമില്ല. അതിലെല്ലാവരും സാധാരണക്കാരാണ്. എല്ലാവർക്കും ഒരേ നിയമമാണ്. അതാണ് നമ്മുടെ കേരളത്തിലും മുൻപുണ്ടാവേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പുൽക്കൊടിക്ക് വരെ അറിയാവുന്ന ഒരു സെലിബ്രിറ്റി രായ്ക്ക് രാമണൻ നാട് വിട്ട് എവിടെയൊന്നും അറിയില്ല, പിടിക്കാൻ പറ്റിയില്ല. സുപ്രീം കോടതി ജാമ്യം കിട്ടിയപ്പോൾ സ്വമേധയാ പുറത്തു വന്നപ്പോഴാണ് ഇവരൊക്കെ കാണുന്നത്. നമ്മുടെ പ്രബുദ്ധ പോലീസിന് അവരെ പിടിക്കാൻ പറ്റിയില്ല. എന്താല്ലേ?